ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത് 12 മലയാള സിനിമകളാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം ഡയറക്റ്റ് OTT റിലീസായി 4 സിനിമകളും എത്തിയിരുന്നു. മാർച്ച് മാസത്തിലെ റിലീസിംഗ് ആരംഭിച്ചത് മാർച്ച് 6-നാണ്. നവാഗതനായ ജിത്തു സതീശൻ മംഗലത്ത് തിരക്കഥ സംവിധാനം ചെയ്ത സംഭവം അധ്യായം 1 എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ചിത്രത്തിൽ അസ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ, അസീം ജമാൽ, സെന്തിൽ കൃഷ്ണ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ലോ ബജറ്റിൽ ഏകദേശം 3 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് കേരളത്തിൽ 5 കോടി 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യാനായിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 7 കോടി 80 ലക്ഷം രൂപയുമാണ്. കുറഞ്ഞ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമ ക്ലീൻ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നീലീഷ് ഈക സംവിധാനം ചെയ്ത ഫേസസ് എന്ന മലയാള സിനിമ മാർച്ച് 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. ചിത്രത്തിൽ കൈലാഷ്, ഹന്ന റജി കോശി, മറീന മിഖായേൽ കുരിശിങ്കൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഫൈനൽ കളക്ഷനായി നേടിയെടുത്തത് 18 ലക്ഷം രൂപ മാത്രമാണ്. JC ജോർജ് സംവിധാനം ചെയ്ത പിൻവാതിൽ എന്ന സിനിമയാണ് മാർച്ച് 6-ന് തിയേറ്ററിലെത്തിയ 3ാമത്തെ റിലീസ്. മിഹ്റ ഗുരുപാദപ്പ, ജിങ്കോ ജാക്ക്, അതിശയ മോഹൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഫൈനൽ കേരള കളക്ഷനായി നേടിയെടുത്തത് 26 ലക്ഷം രൂപയാണ്. പ്രമുഖ സംവിധായകനും നടനുമായ ശങ്കർ സംവിധാനം ചെയ്ത എറിക് എന്ന സിനിമയും മാർച്ച് 6-ന് തിയേറ്ററിലെത്തിയിരുന്നു. ഹേമന്ത് മേനോൻ, ഗീതിക തിവാരി, കവിത സന്തോഷ്, ദീപു നാവായിക്കുളം എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ലിമിറ്റഡ് സ്ക്രീൻ മാത്രം ഉണ്ടായിരുന്ന ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരം കിട്ടിയിട്ടില്ല. ബട്ടർഫ്ലൈ ഗേൾ 85 എന്ന സിനിമയാണ് മാർച്ച് 6-ലെ 5ാമത്തെ റിലീസ്. പ്രശാന്ത് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശ്രീധന്യ വിശ്വനാഥ്, ഐഷിക എമിൽ, പ്രതീഷ് ജേക്കബ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 45 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഷാൻ തൻഹ സംവിധാനം ചെയ്ത വെറി എന്ന മലയാള സിനിമയാണ് 6ാമത്തെ റിലീസ്. ബിപിൻ നായർ, ടിന ജോസ്, ജോമൻ ജോഷി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 10 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 13-ന് ചുരുക്കം ചില തിയേറ്ററുകളിൽ എത്തിയ സിനിമയാണ് ബെർണാഡ്. ദേവപ്രസാദ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജ്ഞലി അമീർ, ശരത് അപ്പാണി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ആട് 3. 2026-ൽ തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിലും എത്തപ്പെട്ട സിനിമ കൂടിയാണ് ആട് 3. ചിത്രം ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 20 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 52 കോടി രൂപയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 121 കോടി റേഞ്ചിലും ഈ സിനിമ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയും കളക്ഷൻ കേരളത്തിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിട്ട് ഈ സിനിമ വിജയിച്ചോ എന്ന ചോദ്യം പൊതുവെ വന്നിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ വിജയ് ബാബു സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖത്തിൽ 65 കോടിയാണ് എന്ന് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് ആട് 3യുടെ നിർമ്മാണ പങ്കാളി കൂടിയായ വേണു കുന്നപ്പള്ളി ബഡ്ജറ്റ് സംബന്ധമായ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് 50 കോടി രൂപയാണ്. അങ്ങനെ ആട് 3 എന്ന ജയസൂര്യ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് മാർച്ച് 20-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഭീഷ്മർ. ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദിവ്യപിള്ള എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. കേരളത്തിൽ 60 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 82 ലക്ഷം രൂപയാണ്. ഈ സിനിമയും പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. നിവിൻ പോളി നായകനായി B ഉണ്ണികൃഷ്ണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 26-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്രതിച്ഛായ. ഷറഫുദ്ദീൻ, ബാലചന്ദ്ര മേനോൻ, ആൻ അഗസ്റ്റിൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ പരാജയമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 13 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 5 കോടി 20 ലക്ഷം രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8 കോടി 50 ലക്ഷം റേഞ്ചിലുമാണ്. 15 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. രാജേഷ് അമാനകര സംവിധാനം ചെയ്ത കല്യാണമരം എന്ന സിനിമയും മാർച്ച് 26-ന് തിയേറ്ററിലെത്തിയിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ, ദേവനന്ദ, മീര വാസുദേവ്, നോബി മാർക്കോസ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 45 ലക്ഷം രൂപ മാത്രമാണ്. സജിൽ മാമ്പാട് സംവിധാനം ചെയ്ത് മാർച്ച് 27-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഡെർബി. സാഗർ സൂര്യ, അല്ലമീൻ, ആദം സാബിക്ക് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 12 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1 കോടി 30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 4 കോടി റേഞ്ചിലാണ്. ബിനുരാജ് കല്ലട സംവിധാനം ചെയ്ത ഇരവൻ എന്ന സിനിമ ഡയറക്റ്റ് OTTയിൽ വന്ന സിനിമയാണ്. അഭിജിത്ത് വയനാട്, അഞ്ജന മോഹൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ആമസോൺ പ്രൈം വഴിയാണ് ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിച്ചത്. പ്രൈം വീഡിയോ വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയാണ് പൊന്നാപുരത്ത് യക്ഷി. സിനിമ തിരക്കഥ സംവിധാനം ചെയ്തിട്ടുള്ളത് SP ഉണ്ണികൃഷ്ണനാണ്. ബോബൻ ആലുമുടൻ, മഞ്ജു വിജീഷ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ആനന്ദ് ബാഗ സംവിധാനം ചെയ്ത ഗ്രഹണം 2.0 എന്ന സിനിമ മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ജിബു ജോർജ്, ആനന്ദ് ബാഗ, ദേവിക ശിവൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. മിഥുൻ ജ്യോതി സംവിധാനം ചെയ്ത സിനിമയാണ് മേരി ക്രിസ്മസ്. ഡയാന ഹമീദ്, കാർത്തിക് രാമകൃഷ്ണൻ, മാല പാർവതി, ജയരാജ് വാര്യർ എന്നിങ്ങനെയാണ് താരങ്ങൾ. മനോരമ മാക്സ് വഴിയാണ് ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. മാർച്ച് മാസം തിയേറ്ററിലെത്തിയ സിനിമകളിൽ പ്രധാനപ്പെട്ട പരാജയ സിനിമയായി മാറിയത് പ്രതിച്ഛായ തന്നെയാണ്. തൊട്ടു മുമ്പിറങ്ങിയ നിവിൻ പോളിയുടെ സിനിമയും അതായത് ബേബി ഗേളും പരാജയപ്പെട്ടിരുന്നു. എന്നാൽ അതിനു മുമ്പ് തിയേറ്ററിലെത്തിയ സർവമായ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷനിലേക്ക് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.